വീട്ടിൽ നിന്ന് അധിക ദൂരമൊന്നുമില്ല കൊച്ചിൻ എയർപോർട്ടിലേക്ക്. 14 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള നെടുമ്പാശ്ശേരിയിൽ വിമാനം പറങ്ങുന്നതിനൊപ്പം തന്നെ ട്രെയിനും പാസ് ചെയ്യുന്നത് കാണാം. അതുമാത്രമല്ല കേട്ടോ, ഈ ട്രെയിൻ പോകുന്ന റെയിൽവേ പാളത്തിനും വിമാനത്താവളത്തിനും ഇടയിൽ ഒരു റോഡുണ്ട്. ആ റോഡിലൂടെയാണ് മറ്റുള്ള വാഹനങ്ങൾ പോകുന്നത്. ഒത്തിരി ആളുകളുടെയൊക്കെ ഷോർട്സുകളിലും ഇൻസ്റ്റാ സ്റ്റോറികളിലും എല്ലാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ വൈറലാണ്. ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഒരു 14 കിലോമീറ്റർ ആണെങ്കിൽ വീട്ടിൽ നിന്നൊരു 90 കിലോമീറ്റർ അകലെ ഇടുക്കിയിൽ ഒരു വിമാനം ക്രാഷ് ലാൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ക്രാഷ് ലാൻഡ് ചെയ്തിട്ടുള്ള വിമാനം തേടിയുള്ള യാത്രയാണ് ഇന്നത്തെ സ്റ്റോറി കേട്ടോ. ഈ കാണുന്നതേ നേര്യമംഗലം പൈനാവ് റോഡാണ്. ഈ പൈനാവ് റോഡ് വഴിയാണ് നമ്മൾ ആ ഇടുക്കിയിലേക്കുള്ള യാത്ര പോകുന്നത്. വിമലഗിരിയിലാണ് കേട്ടോ ഈ ഒരു കാര്യമുള്ളത്. നമുക്കൊന്ന് പോയി നോക്കാം. ഈ റോഡ് എന്താ കണ്ടോ, ഈ റോഡ് മല ഇടുക്കിയിലൂടെ സൈഡിലൂടെ പോകുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കാണാൻ നല്ല രസമായിട്ടുള്ള ഒരു റോഡാണ്. ചുറ്റും നേര്യമംഗലം കാടുകളുടെ ഒരു ഭംഗിയും ഈ റോഡിൻ്റെ ഒരു ഗുണനിലവാരം ഭയങ്കരമാണ്. ഒരുപാട് വലിയ വളവുകളൊന്നുമില്ല, വലിയ കയറ്റങ്ങളും ഇല്ല. യാത്ര ഭയങ്കര കൂളാണ്. നല്ല രസമുള്ള റോഡാണ് നേര്യമംഗലം പൈനാവ് റോഡ്. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഇടുക്കിയിലെ ഇങ്ങനെയുള്ളൊരു വിമാനത്തെ കുറിച്ചിട്ട്? നിങ്ങളിലേക്ക്, എൻ്റെ പ്രിയമുള്ളവരിലേക്ക് ആ ഇടിച്ചിറക്കിയ വിമാനത്തിൻ്റെ കഥയാണ്, ആ കഥ തപ്പി ഇറങ്ങിയതാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു കണ്ടന്റ്. ലോവർ പെരിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് മാർഗം തന്നെയാണ് കേട്ടോ ഈ ഒരു നേര്യമംഗലം പൈനാവ് റോഡ്. ഇടുക്കി ഡാം നിർമ്മാണത്തിനായിട്ടുള്ള സാമഗ്രികളെല്ലാം ഈ റോഡിലൂടെയാണ് അവിടെ എത്തിച്ചത് കേട്ടോ. ഈ കിടക്കുന്ന വെള്ളമുണ്ടല്ലോ, ഇത് ലോവർ പെരിയാറിലെ ഡാമിലെ സംഭരണമുള്ളതാണ് കേട്ടോ. ഡാമിലേക്ക് നമുക്ക് പ്രവേശനമൊന്നുമില്ല. ഇത് ഇങ്ങനെ റോഡരികിൽ നിന്നിട്ട് ഡാമിലെ സംഭരണ വെള്ളമൊക്കെ കണ്ട് ഇങ്ങനെ നമുക്ക് ആസ്വദിച്ച് കുറച്ചു നേരമൊക്കെ നിന്ന് പോകാമെന്നുള്ളതാണ്. ഇതിന് സമാന്തരമായിട്ടൊരു തുരങ്കമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. 12 കിലോമീറ്റർ ദൂരമുണ്ട് തുരങ്കം. ഈ തുരങ്കത്തിലൂടെയാണ് ഈ ലോവർ പെരിയാറിലെ വെള്ളം കരിമണ്ണിലെത്തിച്ചിട്ട് അവിടെ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത്. 180 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇടുക്കി ഡാം കഴിഞ്ഞാലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഈ ഒരു ലോവർ പെരിയാർ. ഇത് ആൻഡോപുരം ബ്രിഡ്ജാണ്. ഇതിന് തൊട്ട് മുകളിലാണ് കരിമ്പൻ കുത്ത് വെള്ളച്ചാട്ടം. നോക്കിയാൽ ഈ പാലത്തിനടിയിലൂടെയൊക്കെ പെരിയാർ കാണുമ്പോൾ എന്തൊരു രസമല്ലേ, എന്തൊരു ചന്തല്ലേ. ഇവിടെയൊക്കെ പെരിയാറിൽ കണ്ടോ ഒത്തിരി വെള്ളമേ ഉള്ളൂ. ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. അതിൻ്റെ വീതി കൂടുന്നത് നമ്മുടെ നാട്ടിലൂടെയൊക്കെ ഒഴുകുമ്പോഴാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ ഈ വാർത്തയിൽ, ഇടുക്കിയിലുള്ള വാർത്തകളിൽ നിറഞ്ഞൊരു പാലമുണ്ട്, കരിമ്പൻ പാലം. ഈ ഒരു പാലത്തിന് തൊട്ട് മുകളിലാണ് കരിമ്പൻ കുത്ത് വെള്ളച്ചാട്ടം ഉള്ളത്. ഈ കരിമ്പൻ കുത്ത് വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ളൊരു കൊച്ചു പാലമാണ് കരിമ്പൻ പാലം. ഈ കരിമ്പൻ പാലത്തിൽ നിന്നിട്ട് റിപ്പോർട്ടർമാരൊക്കെ പെരിയാറിലെ കുത്തൊഴുക്ക് കാണിച്ചെന്ന വാർത്ത ഇപ്പോഴും മനസ്സിലുണ്ട്. കണ്ടില്ലേ, ആ കാണുന്ന കണ്ടില്ലേ, നമ്മൾ വന്ന വഴിയാണ്, നമ്മൾ വന്ന ആ പാലമാണ് കേട്ടോ. അത് ആൻഡോപുരം പാലമാണ് ആ കാണുന്നത്. വിമലഗിരിയിലെ വിമലമാത പള്ളിക്കടുത്താണ് കാറ്റുപാറയുള്ളത്. ഇല കൊഴിഞ്ഞ മരക്കാടുകൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെ മുകളിലേക്ക് കയറാണ് കേട്ടോ. കയറാൻ വലിയ വിഷമമൊന്നുമില്ല, വഴിയുള്ളത് കൊണ്ട് എളുപ്പമാണ്, അത്ര വലിയ കയറ്റമൊന്നുമില്ല. വെയിലൊക്കെ ഉണ്ടെങ്കിലും ചൂട് കുറവാണെങ്കിലും കുത്തിപ്പിടിച്ചുള്ള നടത്തല്ലേ, വേർക്കുന്നുണ്ട്. ഒരു കുരിശുപാറ കാണുന്നുണ്ട്. അതിനടുത്ത് തന്നെയാണ് നമ്മൾ അന്വേഷിച്ചെത്തിയ സ്ഥലം.
ഇവിടെയുള്ള പല പാറക്കല്ലുകളും കണ്ടില്ലേ, ദേ ഇങ്ങനെ കുത്തി നിർത്തിയ പോലെ ഉണ്ടേ. വിമാനമിറക്കിയ ആൾ തന്നെയാണ് ഈ ഒരു കുരിശുമലയുടെ ശില്പിയും. ഇങ്ങനെ ഇടുക്കിയുടെ വിമാനത്താവളത്തിൽ ഞാൻ എൻട്രി ആയിട്ടോ. ബാക്കിയുള്ള വിമാന കഥകളൊക്കെ ഇദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. ഞാൻ ജനിച്ചു വളർന്ന നാട് തന്നെയാണ് ഈ വിമലേരി കാറ്റുപാറ എന്ന് പറയുന്നത്. കാറ്റുപാറ എന്ന് പറയുന്ന ഈ സ്ഥലം ഞാനിട്ട പേരാണ്. ഇവിടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കളിക്കാനൊക്കെ ഇതിൽ വരുമ്പം ഫുൾ കാറ്റാണ്. ഏത് സമയം നല്ല കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ പാറയെന്ന് കുടയും കൊണ്ട് പറപ്പിച്ച് താഴെ വീഴ്ചിട്ടുള്ളതാണ് പണ്ട് കുട്ടിക്കാലത്ത്. അപ്പോൾ അങ്ങനെ ഇവിടെ എനിക്ക് ഈ പ്രദേശം ഇഷ്ടമായതുകൊണ്ട് 1975 അന്ന് 1 രൂപയ്ക്ക് പണിക്ക് പോകും ഞാൻ. അന്ന് 500 രൂപ സമ്പാദിച്ച് 500 രൂപയ്ക്ക് ആദ്യം മേടിച്ചതായി 15 സെൻറ്റ് സ്ഥലം. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇവിടെ വേറെ പണികളൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ എഴുത്തും വരയും ഒക്കെ ആയിട്ട് ആർട്ട് വർക്കൊക്കെ ആയിട്ട് പാലായ്ക്ക് പോയി. പാലായിലായിരുന്നു. അങ്ങനെ 2020 കോവിഡ് കാലത്താണ് പണിയില്ല, പ്രോഗ്രാം ഇല്ല. ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എൻ്റെ കുടുംബമാണ് പറയുന്നത്, നമുക്ക് ഇടുക്കിയിൽ സ്ഥലം കിടപ്പില്ല, നമുക്ക് ഇടുക്കിക്ക് പോയി അവിടെ എന്തെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് ഇങ്ങ് പോരുകയാണ്. അപ്പോൾ ഫാമിലി ആയിട്ടാണ് വന്നത്. മക്കളും 3 മക്കളും ഭാര്യയും ഞാനിവിടെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് ആദ്യം ഇതുപോലെ ഒരു ചെറിയ ഷെഡൊക്കെ പണിത്. അപ്പം ടൗണിൽ നിന്ന് നോക്കുമ്പം നല്ല വ്യൂ ഉണ്ട്. അന്ന് നല്ല ഒരുപാട് പേര് കാഴ്ചയ്ക്ക് വരുന്നുമുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നി എന്നാലൊരു വിമാന മാതൃകയിൽ ഒരു വീട് അങ്ങ് പണി. അങ്ങനെയാണ് ഈ വിമാന മാതൃകയിൽ ഈ വീട് ഇവിടെ പണിയുന്നത്. മൊത്തം 70 അടി നീളമാണ്, 10 അടി വീതി, 12 അടി ഹൈറ്റിൽ ഉരുട്ടി ചെയ്ത്. ഇത് ചെയ്യാൻ 5 വർഷം എടുത്തു. ഇപ്പോൾ പണി തീർന്നതേ ഉള്ളൂ. ഇനി ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്യുമ്പോഴാണ് ഫിനിഷിങ്. ഇനാഗ്രേഷൻ നടത്തിയായിരുന്നു. ഈ വിമാനത്തിന് ഈ മാജിക് പ്ലാന്റ് എന്ന് പേരിട്ടിരിക്കുന്നത് ഞാൻ ഒരു മജീഷ്യൻ കൂടിയാണ്. ഒരുപാട് സ്റ്റേജുകളിൽ ഷോ സീസൺ സമയത്ത് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത നാളിൽ ഈ പരിസരത്തൊക്കെ കുറേ പള്ളികളിലെല്ലാം ഷോ ചെയ്തിരുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതിവിടെ പണിതുകൊണ്ട് വിമലിന് ഇതെന്തുകൊണ്ട് എന്താണ് ഒരു നേട്ടം എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. തലയ്ക്ക് വട്ടായിട്ട് വന്ന് ചെയ്തിരിക്കുന്നല്ലേ ഇത്. ഞാൻ മനസ്സിൽ എൻ്റെ പ്ലാൻ ഇരിക്കുന്നത് വന്ന് കാണുന്ന ഇതുവരെ ആരോടും പൈസകളൊന്നും നമ്മൾ മേടിക്കാറില്ല. കാഴ്ചയ്ക്ക് വരുന്നവരോടൊന്നും പാസ്സൊന്നും മേടിച്ചിട്ടില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇടുക്കി ഡാം കാണാൻ വന്നിട്ട് അവിടെ പാസ് കിട്ടിയില്ല, വിമല അവിടെ ഉണ്ടോ, വിമാനം കാണാൻ വന്നാൽ പാസ് തരുമോ, ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാനിവിടെ പാസ് ഇല്ല, നിങ്ങൾ വന്ന് കണ്ടിട്ട് പൊക്കളാനെ പറയാറുണ്ട്. പക്ഷേ ഈ ഹോം സ്റ്റേക്ക് വരുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് നമുക്ക് താമസിപ്പിക്കാൻ പറ്റും ഓരോ ദിവസങ്ങളിൽ. അങ്ങനെയുടെ ഒരു മനസ്സിലൊരു ലക്ഷ്യം കിടപ്പുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ഇതായില്ല, അതങ്ങനെ ആക്കിയെടുക്കണം.
കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 27 ഒരു ഇനാഗ്രേഷൻ വെച്ചായിരുന്നു. ഒരു ഗാനമേളയും ഒക്കെ ആയിട്ട് ഒരു പരിപാടി വെച്ചായിരുന്നു. റോഷിയേഷന് പാലാ MLA മണി സി കാപ്പൻ, MP ഡീൻ കുര്യാക്കോസ്, അവർക്കെല്ലാം ഭയങ്കര എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണല്ലോ. ഭയങ്കര ഇങ്ങനെ ഇത് എങ്ങനെ ഇതിന് ഐഡിയ വന്നു, എങ്ങനെ ഇത് ചെയ്തു എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാം ദൈവത്തിൻ്റെ ഒരു അത്ഭുതം. അപ്പം ഞാൻ ഇവിടെ ഈ സൈഡ് ഫുള്ള് ഭയങ്കര കാടായിരുന്നു. നല്ല ഈ വിമാനത്തിൻ്റെ ഒപ്പം പൊക്കത്തിൽ പള്ളയായിട്ട് കയറി അടഞ്ഞിടുക, വലിയ പുല്ലുമൊക്കെ ആയിട്ട്. അപ്പം ഞാനിത് ഈ പണി ഫുള്ള് തീർന്നതിന് ശേഷം ആ സൈഡ് വൈറ്റ് പെയിൻറ്റ് അടിച്ച് ഈ ഡിസൈനൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഈ കാടങ്ങ് വെട്ടി. അന്ന് തന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഒരു ആൾക്കാർ അക്കരെ മേടിലുള്ള ഒരു അക്കരെ വഴിയിൽ നിന്ന് കയറി വന്ന് ഇവിടെ എന്തോ വിമാനം വന്ന് വീണിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു ഇതിൽ കാണാൻ വേണ്ടി അവരെല്ലാം ഇപ്പോൾ ഓടി കതച്ചാ വരുന്നത്. ഇത് എന്നാ സംഭവിച്ചു, ഇവിടെ എന്നാ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറയും ഇത് വേണം. എന്നിട്ട് ഇത് ഇന്നലെ വരെ ഇത് കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ ഇന്നാ കാട് വെട്ടിയാന്ന് വെട്ടിത്തരുന്നത്. അക്കരെന്ന് കണ്ടവർ പേടിച്ചു പോയി. ഒരു 15ഓളം പേരുണ്ട് നാട്ടുകാർ അല്ലാണ്ട് പെട്ടെന്ന്. എൻ്റെ ഓഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ജോസ് ദേവസ്യ എന്നാണ് കേട്ടോ. വിമൽ ഇടുക്കി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഈ കലാകാരന്മാർക്കൊക്കെ ഒരു തൂലികാനാമം ഉണ്ടല്ലോ, എന്തേലും ഒരു മറ്റൊരു പേര്. അങ്ങനെ എൻ്റെ തൂലികാനാമമാണ് വിമൽ ഇടുക്കി. വിമലഗിരിയും ഇടുക്കിയും കൂടെ കൂട്ടിച്ചേർത്താണ് വിമൽ ഇടുക്കി ആക്കിയിരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് വിമലഗിരിയിലുള്ള എല്ലാ പ്രസ്ഥാനവും വിമല കൂട്ടിയാണ്. വിമല ചർച്ച്, വിമല സ്കൂള്, വിമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, വിമല ടൈലേഴ്സ്, വിമല റെസ്റ്റോറൻറ്റ്, അവിടെ എന്തും വിമല നാമം അതിനകത്തുണ്ട്, മാതാവിൻ്റെ ആ നാമം. അപ്പോൾ എനിക്കും അങ്ങനെ തോന്നി വിമല. അപ്പോൾ വിമൽ എന്നാണെങ്കിലും ആൾക്കാരെന്നെ വിമല എന്നാ വിളിക്കാറുള്ളൂ. അങ്ങനെ ആണ് വിമൽ ഇടുക്കി എന്നൊരു തുലാനം ഉണ്ടായത്. എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ദാസേട്ടനെ നേരിട്ട് കാണണമെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കണമെന്നും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതും പ്രകാരം ഞാൻ പാലായിലൊരു ഫംഗ്ഷൻ വന്നപ്പം ദാസേട്ടൻ്റെ ഒരു ഫോട്ടോയും വരച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുകയും അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കാൻ ഒരു അവസരവും എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതൊരു ഭയങ്കര ഒരു സന്തോഷമായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുഴ പെരിയാർ, ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ തടഞ്ഞു നിർത്തിയതിൻ്റെ താഴോട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ചെറുതോൺ ഡാമിൻ്റെ ഇതിനകത്തൊന്ന് കൂടുന്നുണ്ട്. ഇതിൻ്റെ തലക്കലാണ് ഈ ഡാം കെട്ടി വെച്ചേക്കുന്നത്. ആർച്ച് ഡാമിൻ്റെ താഴോട്ടുള്ള വെള്ളമാണ് ഇത്. എൻ്റെ ഓഫീസ് ഈ ചപ്പാത്ത്, ഇത് തടിയമ്പാട് ചപ്പാത്താണ് ഈ കാണുന്നത്. ഈ ചപ്പാത്ത് 2018 പ്രളയത്തിൽ ഈ ചപ്പാത്ത് ഫുള്ള് പോയി. ഈ കെട്ടിടത്തിൻ്റെ ഒരു 3/4 ഭാഗം ഹൈറ്റിൽ വെള്ളം ഇതിലേക്ക് കയറി ഒഴുകുകയും ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ എനിക്കൊരു ഓഫീസുണ്ട്. വിമലിഡിക്ക് എന്ന ഒരു പ്രസ്ഥാനമുണ്ട്. കലാ ഫീൽഡിൽ ഏറ്റവും താല്പര്യമുള്ള ഒരു കലയാണ് മാജിക്ക്. 68 കലകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കലയാണ് മാജിക്ക്. എനിക്ക് മാജിക്ക് പഠിക്കണമെന്നായിരുന്നു കുട്ടിക്കാലത്തുള്ള ആഗ്രഹം. അങ്ങനെ ഞാൻ മാജിക്ക് പഠിച്ചു, ഒരു മജീഷ്യനായി. ഇപ്പോൾ ഒരുപാട് വേദികളിൽ മാജിക്ക് ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ പാറയുണ്ടല്ലോ,
ഈ കാണുന്ന ഈ പാറ ഒരു വലിയൊരു ആന നിൽക്കുന്ന ഒരു ഷേപ്പിൽ അങ്ങ് വരയ്ക്കും. വരച്ചതിൻ്റെ ഈ പാറയുടെ ബാക്കി വരുന്ന ഭാഗം അങ്ങ് കാണുന്ന മേഘമായിട്ട് കളറടിച്ച് ലഭിച്ചെന്നാൽ ഇവിടെ ഈ സ്ഥലത്ത് ഒരു ആന നിൽക്കുന്ന ഒരു ഇത് വരും. അങ്ങനെയൊക്കെ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ പണ്ടേ ചെയ്തു തന്നെ, അതും ചെയ്യും. വെള്ളം ഇവിടെ ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. ഇപ്പം ഇടുക്കി ഡാമിലെ വെള്ളം ഇങ്ങോട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയൊരു പദ്ധതിയിലൂടെ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഇതാണ്. അതിനുവേണ്ടിയാണ് ഈ പൈപ്പൊക്കെ ഇട്ടേക്കുന്നത്. ചിലപ്പോൾ ഈ വർഷത്തേക്ക് അത് പ്രതീക്ഷിക്കാം. ഇവിടെയൊക്കെ ഓലിയുണ്ട്. നമുക്ക് അത്യാവശ്യം വെള്ളം ഓലിയിൽ നിന്നൊക്കെ എടുക്കും. ഓലി എന്ന് പറഞ്ഞു കഴിയുമ്പം പാറയുടെ ഇടുക്കിൽ ചെറിയ ഇങ്ങനെ നമ്മൾ കുഴി ഉറവെള്ളം കുഴി തേച്ചിട്ടേ. വിമാനത്തിൻ്റെ പണി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ വരവായി. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി അവർ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോവുക. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൂടെ ഇവിടെ കുറച്ച് നേരം എല്ലാവരും കൂടി ഒന്ന് നിൽക്കാനുള്ള കാഴ്ചക്കുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ ഏർമാടം ഇവിടെ ചെയ്യുന്നത്. ഏർമാടം ചെയ്ത് ഇനിയിപ്പം എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു ആഗ്രഹം ഇവിടെ ഒരു ട്രെയിൻ മാതൃകയിലൊരു സംഭവം ചെയ്യണം. ഇപ്പോൾ ഹോം സ്റ്റേക്കൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ട്രെയിൻ പോലെ ചെയ്യുകയാണെങ്കിൽ ഓരോ ബോഗി ഓരോരുത്തർക്ക് ഇങ്ങനെ നമുക്ക് റെൻറ്റിന് കൊടുക്കാനും പറ്റും. അങ്ങനെയൊക്കെയാണ് മനസ്സിലിരിക്കുന്ന ഐഡിയ. ഇതിപ്പം ഒരു 10-20 പേർക്ക് കയറാം ഇതിൽ. ഇനി അല്ലാണ്ട് ഒരു 3-4 പേർക്ക് കയറാമെന്നല്ല, ചെറിയ രീതിയിൽ മരത്തേലൊക്കെ സെറ്റ് ചെയ്യണം. സ്ഥിരം ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ കാറ് ഇതവിടെ വരെ കൊണ്ടിരുന്ന ഇവിടുന്ന് കയറിയല്ല ഇതിലൂടെ ഇപ്പം മൊത്തം കല്ലെല്ലാം ഇളക്കി കിടക്കുക. ഇവിടെ ഓഫ് റോഡ് വണ്ടി 4 വീലർ വണ്ടി മാത്രമേ കയറുള്ളൂ. പിന്നെ കുട്ടികളുടെ ഈ ഡോറ മിക്കി മൗസ് പോലുള്ള ഇത് നമ്മൾ സിമെൻറ്റ് കൊണ്ട് പണിതും വെക്കും. മേസ്തിരി പണി ചെയ്യും. പിന്നെ ടെക്സ്ചർ വർക്ക്, പിന്നെ മോൾഡ് വർക്ക്. സത്യം പറഞ്ഞാൽ ചെയ്യലാത്തൊന്നുമില്ല. ആശാരിപ്പണി, സീലിങ്, വയറിങ്, പ്ലംബിങ് എല്ലാം സ്വന്തമായിട്ട് ചെയ്യും. എൻ്റെ വീടിൻ്റെ വർക്കുകളും ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന എല്ലാം തന്നെയുള്ള, വേറെ പണിക്കാരെ കൂട്ടി ചെയ്യിപ്പിച്ചിട്ടില്ല. ഇവിടെ ഈ വിമാനം പണിതതിന് ആ പാടെ പുറത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പാറ കുഴിയടിക്കാൻ കംപ്രസർ കൊണ്ടുവന്ന് കംപ്രസറിന് വേണ്ടി മാത്രം അപ്പുറത്ത് നമുക്ക് പൈസ കൊടുക്കണം. ബാക്കി ഫുള്ള് ഞാൻ തന്നെ ചെയ്ത്. ദേനിടയ്ക്കാണ് ഡാം, ക്രോമലയാണ് കാണുന്നത്. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ ഇതെവിടെ ചെല്ലണം, വെള്ളം വരെ കാണണം. ഇപ്പോൾ ഏറ്റവും ഹൈറ്റ് അങ്ങേറ്റം കാണുന്നുണ്ടോ, അതാണ് കൊതകുത്തിപ്പാറ. അവിടെ വരെ ചെല്ലണം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പം നല്ല വെയിൽ, ഇപ്പം ഒരു 12:30-1 മണിയോളം ആറായിട്ടുണ്ടല്ലോ. ഇപ്പോഴും നല്ല AC ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ. മഴക്കാലത്ത് ഇതിലും രസം. ഇപ്പം ഇത് വേനൽക്കാലമാണല്ലോ. മഴക്കാലത്ത് ഈ മഴയെല്ലാം പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കോട മഞ്ഞ് കൊണ്ട് മൂടി അതിനകത്ത് നമുക്ക് നിൽക്കുമ്പോഴത്തെ വേറെ ഒരു സുഖമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇവിടെ ഈ ടൂറിസ്റ്റുകൾ വരുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഏത് രീതി നോക്കിയാലും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും, ഡാം, ഇടുക്കി ആർച്ച് ഡാം കാണാം, ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ പാൽക്കുളം മേട്, ഇങ്ങോട്ട് മൊത്തം വട്ടം റൗണ്ട് ചുറ്റി നമുക്ക് കാണാം. ഒരു പ്രാവശ്യം ഈ കുറേ ഗായകർ ഇവിടെ വന്നു. അവർ വന്നേച്ചിട്ട് ഇവിടെ വന്നേച്ചിട്ട് അവർ നോക്കിയിട്ട് പറയാണ്, ഈ ആകാശത്ത് നക്ഷത്രങ്ങളുടെ ഇടയ്ക്കിരിക്കുന്ന പോലെ ആ നക്ഷത്രങ്ങളും ഉണ്ട്, ഈ ചുറ്റിലുള്ള വീടുകളിലെ ലൈറ്റും എല്ലാവരും ലയിച്ച് രാത്രി സമയത്ത്. എന്നിട്ട് നക്ഷത്ര ദൈവങ്ങൾ തിളങ്ങി എന്നുള്ള പാട്ടൊക്കെ ഇവിടെ വെച്ച് പാടി. അതുപോലെ ഇപ്പം ഭയങ്കര രസമല്ലേ ഇവിടെ നൈറ്റിൽ. ഡാം മാത്രമല്ല, ഡാമിലെ വെള്ളം കിടക്കുന്നവരെ കാണാം. പക്ഷെ കുറച്ചങ്ങ് കയറി പോകണം വണ്ടിക്ക്, അല്ലെങ്കിൽ നടന്നു പോയാൽ മടുക്കും, ഒത്തിരി അങ്ങ് പോകണം. ഇവിടെ നോക്കിയാൽ കാണുന്ന 3 പള്ളിയുണ്ട്. ഒന്ന് കരിമ്പം പള്ളി,
ആ കാണുന്ന വിമലഗിരി വിമലമാതാ ചർച്ച്, അത് നമ്മുടെ കത്തീഡ്രൽ പള്ളി, ഫൊറോന പള്ളി, വാഴത്തോപ്പ്. ഇത് ആ കുരിശ് നിൽക്കുന്നുണ്ടോ, ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് പരിഹാര പ്രദർശനം വരുന്ന കുരിശുമല. വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ മടുത്ത് വരുന്ന ആ സമയത്ത് വൈകുന്നേരം ഇവിടെ കാറ്റും കൊണ്ട് ഒരു കുറച്ച് സമയം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വേറെ ഒരു സുഖമാണ് കിട്ടുന്നത്. ഞാനിവിടെ മിക്കപ്പോഴും ഇങ്ങനെ വന്ന് ഈ പാറപ്പുറത്ത് ഇങ്ങനെ വന്ന് ഇരിക്കാറുണ്ട്. നമ്മളിങ്ങനെ ഇതെല്ലാം കണ്ടു ചുറ്റും കണ്ട് കാറ്റും കൊണ്ടിരിക്കുന്ന അനുഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റിയതാ, ചെയ്ത അനുഭവിച്ചാലേ മനസ്സിലാവും. വിമലേട്ടൻ പറഞ്ഞ ശരിയാണ്. ഇങ്ങനെ ചുറ്റോട് ചുറ്റുള്ള കാഴ്ചകൾ കണ്ട് പച്ച നിറയുന്ന തണലിടമൊക്കെ പറ്റി ചേർന്ന് ഈ കാറ്റുപറയിലെ കാറ്റും കൊണ്ട്, അല്ലെങ്കിൽ വേണ്ട, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഇടുക്കിയിലെ കാറ്റിൻ്റെ സുഖം നമ്മൾ പാട്ടിലൂടെ അറിഞ്ഞവരാണല്ലോ. വിമാനം ഇടിച്ചിറക്കിയ നാട്ടുകാരെ ഞെട്ടിച്ച കാറ്റുപാറയുടെ കലാകാരൻ വിമലേട്ടൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതേ കണ്ടില്ലേ, ഈ വിമാനത്താവളത്തിനൊപ്പം തന്നെ, ഈ വിമാനം പറക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇത് ഈ വിമാനത്താവളത്തിന് മുമ്പിലുള്ള റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ പോകണമൊക്കെ കാണുന്നത് പോലെ ഇതാ അങ്ങ് ഇടുക്കിയിലും വിമലേട്ടൻ വക ഒരു തീവണ്ടി പാത ഒരുങ്ങുന്നുണ്ട് കേട്ടോ. വിമലേട്ടന് എല്ലാവിധ ആശംസകളും നേർന്ന് ഇന്നത്തെ സ്റ്റോറി ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.